ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെയും ഇട്ടിയയ്പ്പ് പൂണ്ടിക്കൊള്ളത്ത് ഇട്ടിയയ്പ്പ് മൽപ്പാൻ്റെ സെമിനാരിയുടെയും പൂഞ്ഞാർ മാർക്കറ്റിൻ്റെയും ചരിത്രമാണ്. പൂഞ്ഞാർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് പൂഞ്ഞാർ പള്ളിയുടെ മുൻവശത്താണ്. ഈ മാർക്കറ്റിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരു കാലത്ത് മീനച്ചിലാറ്റിൽ കൂടി വന്ന് മീനച്ചിലാറ്റിലൂടെ കച്ചവടം നടത്തിയിരുന്ന പ്രധാന തുറമുഖങ്ങളിലൊന്നായിരുന്നു. ഈ തുറമുഖത്ത് വന്നായിരുന്നു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്കെല്ലാം വള്ളങ്ങളും ചങ്ങാടങ്ങളും ഒക്കെ വന്നു പോയിരുന്നത്. ഇവിടെ നിന്ന് ഈരാറ്റുപേട്ട വഴി ആലപ്പുഴ എത്തി, അതുപോലെ തന്നെ അവിടുന്ന് വിദേശങ്ങളിലേക്കും ഈ കപ്പലിൽ ഈ വള്ളങ്ങളിൽ കൊണ്ടുവന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു. ഇവിടുന്ന് അന്നത്തെ ഒരു അന്തർദേശീയ വാണിജ്യ കേന്ദ്രമായിരുന്നു യഥാർത്ഥത്തിൽ പൂഞ്ഞാർ മാർക്കറ്റ്. അന്ന് ഇത് 1936 വരെ ഈ മാർക്കറ്റ് അവിടെ നിലനിന്നു. 36-ലാണ് ഇന്നത്തെ സ്ഥലത്തേക്ക് മാർക്കറ്റ് മാറ്റി സ്ഥാപിച്ചത്. അന്ന് ഈ വള്ളങ്ങൾക്ക് ഏത് വള്ളങ്ങൾക്കും അടുക്കാനും സാധനങ്ങൾ കയറ്റി ഇറക്കാനും ഉള്ള സൗകര്യവും വലിപ്പവും വിസ്തൃതിയും ഒക്കെ ഈ കടവിനുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അന്ന് ആറിന് നല്ല വീതി ഉണ്ടായിരുന്നു, നല്ല ആഴവും ഉണ്ടായിരുന്നു. 12 മാസവും വള്ളം ഇവിടെ എത്തിയിരുന്നു. ഇവിടുന്ന് 1950-കൾ വരെ പാതാമ്പുഴ വരെ വള്ളം പോയിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം കിടക്കുന്നത്. ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന 300ഓളം ഇനം സാധനങ്ങൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്തിരുന്നു. അതായത് പിന്നെ കറുവാപ്പട്ട, കുരുമുളക്, ഏലം, കന്മദം, അവരുടെ കൊടുന്തള്ളി തുടങ്ങി കൽച്ചീസ്, ഇങ്ങനെ 300 ഇനം സാധനങ്ങൾ കയറ്റുമതി ചെയ്തു. അതുപോലെ തേക്കും തടി, ഈട്ടിത്തടി, ചന്ദനത്തടി, ആഞ്ഞിലിത്തടി തുടങ്ങിയവയൊക്കെ ഇവിടുന്ന് കയറ്റുമതി ചെയ്തിരുന്നു. വലിയ വള്ളങ്ങളിൽ കയറ്റിയാണ് കൊണ്ടുപോയിരുന്നത്. കാറ്റുവശത്തിനാണ് യാത്ര ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ 30ഓളം സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നു. ചൈനാഭരണിയൊക്കെ ചൈനയിൽ നിന്നും മെസോപ്പൊട്ടേമിയയിൽ നിന്നും അറബി നാടുകളിൽ നിന്നും മധ്യ ഈസ്റ്റിൽ നിന്നെല്ലാം ആളുകൾ ഇവിടെ കച്ചവടത്തിന് വന്നിരുന്നു. അത് മൺവിളക്ക്, അതുപോലെ തന്നെ കറിയുപ്പ്, ക്ഷൗരക്കത്തി, ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രം തുടങ്ങി 30ഓളം ഇനങ്ങൾ ഇവിടെ എത്തിയിരുന്നു. അപ്പം അങ്ങനെ ഒരു വലിയ ചരിത്രം ഈ മാർക്കറ്റിനുണ്ട്. അത് ഇതുവഴിയായിരുന്നു പഴയ പിന്നെ അതിരമ്പുഴ രാജപാത കടന്നു പോയിരുന്നത്. പോരാത്തതിന് പൂഞ്ഞാർ കൊട്ടാരത്തിനോട് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു പാരമ്പര്യം ഈ സ്ഥലത്തിനുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് 1936-ൽ അവിടെ പുതിയ മാർക്കറ്റ് ഇവിടെ ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് മാറ്റിയപ്പോഴാണ് ഇതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടത്. എന്നാലും ഇന്നും അവിടെ കുറേ കടകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ അടുത്തായിട്ട് പറയുമ്പോൾ പള്ളിയുടെ ചരിത്രമാണ്. പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ചർച്ച് എന്ന് പറയുന്നത് 1404-ലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ പീഡനത്തെ തുടർന്ന് കുറേ ക്രൈസ്തവ കുടുംബങ്ങൾ കൊച്ചിയിൽ നിന്ന് വള്ളം മാർഗം പൂഞ്ഞാറ്റിലെത്തുകയുണ്ടായി. 1599-ൽ ഉദയംപേരൂർ സുനദേസിനെ തുടർന്ന് ഗോവയുടെ ആർച്ച് ബിഷപ്പായിരുന്ന മെനേസസ് തിരുമേനി പൂഞ്ഞാർ പള്ളി സന്ദർശിച്ചു. പുണ്യശ്ലോകനായ മാർ മാത്യു കാവുകാട്ട് ഈ പള്ളിയുടെ വികാരിയായിരുന്നു. 600 വർഷത്തിലേറെ പഴക്കമുള്ള പള്ളിയാണ്. ഇവിടുത്തെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നാണ്, ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ്. അത് തുടങ്ങാൻ കാരണം അരുവിത്ര പള്ളിയായിട്ട് ചില തർക്കങ്ങളെ തുടർന്നാണ് അവരവിടെ പുതിയ പള്ളി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിന് തീരുമാനിച്ചപ്പോൾ അന്നത്തെ ഗോതവർമ്മ രാജയാണ് സൗജന്യമായിട്ട് പള്ളി പണിയാനുള്ള സ്ഥലം കൊടുത്തത്. പുഞ്ഞാരാജാക്കന്മാർ വളരെ മതസൗഹാർദ്ദം പുലർത്തിയിരുന്ന ഒരു രാജവംശമാണ്. ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടൊക്കെ വലിയ സ്നേഹാദരങ്ങളാണ് അവർ പുലർത്തിപ്പോന്നിട്ടുള്ളത്. എന്നും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ സ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് 2-3 പ്രാവശ്യം പണിതു. 1945-ലും 52-ലും 2005-ലും ഈ പള്ളി പുതുക്കി പണിയുകയുണ്ടായി. ഈ പുതുക്കി പണിത സമയത്ത് 1950-കളിൽ പുതുക്കി പണിത സമയത്ത് ഇതിനാവശ്യമായ തടി മുഴുവൻ സൗജന്യമായി നൽകിയത് വാലാനിക്കൽ ഇട്ടുണ്ടാൻ വൈദ്യരാണ്. വളരെ സൗമ്യം, ഒരു പൈസ പോലും വാങ്ങാതെ സൗജന്യമായിട്ട് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഈ പള്ളി അത് കഴിഞ്ഞ് പിന്നെ അത് കുറച്ചു കാലത്തിന് ശേഷം അത് ഫൊറോന പള്ളിയായിട്ട് അടുത്ത നാളിൽ ഉയർത്തുകയുണ്ടായി. ഇവിടെ അന്ന് ആദ്യം ഉണ്ടായിരുന്ന കുടുംബങ്ങൾ പ്രധാനമായിട്ടും പറയാനുള്ളത്, എല്ലാം ശരിയാണെന്ന് പറയുന്നില്ല, പൂർണ്ണമാണെന്നും അവകാശപ്പെടാനില്ല, പക്ഷേ കേട്ടറിവും മറ്റുള്ള വിവരങ്ങളിൽ നിന്നുമാണ് ഞാൻ പറയുന്നത്. അന്നുണ്ടായിരുന്നതാണ് ഒന്ന് പിന്നെ ഇഞ്ചക്കാട്ടുകാർ, മറ്റക്കാട്ടുകാർ, കുന്നേൽക്കാർ, അതുപോലെ മുത്തുത്താവളത്തിക്കാർ, അതുപോലെ പുളിക്കൽ, കിഴക്കേത്തോട്ടം, മുതിരേന്തിക്കൽ, പിന്നെ വരയാത്തുകരോട്ട്, തെള്ളി, തോട്ടക്കര, കുന്നത്തേട്ട്, മൂലേച്ചാലിൽ, ഇങ്ങനെ കുറേയേറെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു.
അവരാണ് പള്ളി നിലനിർത്തിയത്. അപ്പോൾ ഒരിക്കലും അത് തീ പിടിച്ച് നശിച്ചു പോവുകയുണ്ടായി. അതിന് പുറമെ ഈ മറവരും അതുപോലെ തെക്കുംകൂറും കൂടി സംയുക്തമായിട്ട് ആക്രമിച്ചപ്പോൾ ഈ പള്ളി നശിപ്പിക്കപ്പെട്ടതായിട്ട് കാണുന്നു. അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. അതാണ്. ഇനി അതിന് പുറമെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, അവിടെ ഒരു സെമിനാരി ഉണ്ടായിരുന്നു. അക്കാലത്ത് പഴയ കാലത്ത് സെമിനാരികളൊന്നും ഔദ്യോഗികമായിട്ട് ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും പ്രഗത്ഭരായ വൈദികർ നടത്തുന്ന വിദ്യാലയങ്ങളിൽ പഠിച്ചാണ്, അവർ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചാണ് പലരും പുരോഹിതരായി നിയമിക്കപ്പെട്ടിരുന്നത്. അതായത് 1599 ഇവിടുത്തെ ഉദയംപേരൂർ സൂര്യദിവസത്തിന് ശേഷമാണ് അംഗീകൃത രൂപത്തിലുള്ള ഇന്നത്തെ രീതിയിലുള്ള സെമിനാരികളൊക്കെ നിലവിൽ വന്നത്. അന്നത്തെ ഇവിടെ വളരെ പ്രഗത്ഭനും പുണ്യചരിത്രനുമായ ഒരു മൽപ്പാനായിരുന്നു പൂണ്ടിക്കുളത്തെ ഇട്ടിയായി മൽപ്പാൻ. അദ്ദേഹം ഇവിടെ ഇന്നത്തെ ഗ്രോട്ടോ ഇരിക്കുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സെമിനാരി പ്രവർത്തിച്ചിരുന്നത്. 1827 മുതൽ 1840 വരെ അദ്ദേഹം ഇവിടെ ഒരു സെമിനാരി നടത്തിയിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൈദിക വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചിരുന്നു. പ്രസിദ്ധനായ നമ്മുടെ കൊടക്കച്ചിറ അന്തോണി കത്തനാർ, നവീകരണ പ്രസ്ഥാനത്തിന് ആചാര്യനായ അദ്ദേഹവും അതുപോലെ തന്നെ മുണ്ടമറ്റത്തിൽ തോമാ കത്തനാരും ഒക്കെ ഇവിടെ പഠിച്ചവരാണ്. ഒട്ടനവധി ആളുകൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പഠിച്ചു കഴിയുമ്പോൾ ഇവിടെ ഇദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അത് മതിയായിരുന്നു പൗരോഹിത്യം കിട്ടാൻ. വരാപ്പുഴയായിരുന്നു അന്നത്തെ രൂപത. അവിടെ ഇത് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ചെല്ലുന്ന ആളിന് അപ്പോഴേ യാതൊരു തടസ്സവും ഇല്ലാതെ പട്ടം നൽകിയിരുന്നു. അതിന് കാരണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെപ്പറ്റിയും വിശുദ്ധിയെപ്പറ്റിയും ബിഷപ്പിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇട്ടിയയ്പ് മൽപ്പാൻ ഉപയോഗിച്ചിരുന്ന സുറിയാനി ബൈബിളിൻ്റെ കോപ്പിയും ലഭ്യമാണ്. ഇത് 40 ആയപ്പോൾ ഇദ്ദേഹത്തിന് സ്ഥലമാറ്റം കിട്ടി. അന്ന് ഇവിടെ മറ്റൊന്നുകൂടി ഓർക്കണം, ഗുരുകുല സമ്പ്രദായമാണ്. അവിടെ പശുവിനെ കറക്കുകയും വളർത്തുകയും മൃഗങ്ങളെ വളർത്തുകയും കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്ത് നാറ്റിൽ പോയി കുളിക്കുക. അവിടെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അവർ തന്നെ കൃഷിയിലൂടെയാണ് അവർ സമ്പാദിച്ചിരുന്നത്. ഭക്ഷണവും എല്ലാ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ യാത്ര ചെയ്ത് ആവശ്യമായിട്ട് അന്ന് ഈ പൂഞ്ഞാർ രാജപാതയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആളുകൾ വരുന്നവർക്ക് ഭക്ഷണവും പാനീയവും ഒക്കെ സൗജന്യമായി നൽകിയിരുന്നു. അങ്ങനെ ഒരു വലിയ ചരിത്രം എന്നോട്. മാത്രമല്ല ഇദ്ദേഹത്തിന് 1840 ഇവിടുന്ന് ഭരണങ്ങാനത്തിന് സ്ഥലമാറ്റം കിട്ടി. അദ്ദേഹത്തിൻ്റെ പൂർവ്വ ഇടവകയാണ് ഭരണങ്ങാനം. അവിടേക്ക് ചെന്ന് അവിടെ അദ്ദേഹം ഒരു സെമിനാരി തുടങ്ങിയിരുന്നു. 43 വരെ പ്രവർത്തിച്ചു. അന്നാണ് അദ്ദേഹം മരണമടച്ചത്. 1843 അദ്ദേഹം മരണമടച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊക്കെ സാമൂഹിക രംഗത്ത് വളരെ പ്രശസ്തരാണ്. നമ്മുടെ മുൻ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന എമ്മാനുവൽ പൂണ്ടിക്കുളം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിന്നമ്മ എമ്മാനുവൽ, അവർ പൂഞ്ഞാർ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ സാബു പൂണ്ടിക്കുളവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ എബി പൂണ്ടിക്കുളം ഒരു അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകരാണ്. 1950കളിൽ വിവാഹശേഷം ഇമ്മാനുവൽ പൂണ്ടിക്കുളവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വള്ളത്തിലാണ് പാതാമ്പുഴയിലുള്ള തങ്ങളുടെ വസതിയിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ചരിത്രം ഈ പൂഞ്ഞാറിനുണ്ട്. ഒരു രാജകുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. എല്ലാ അർത്ഥത്തിലും അറിയപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന ഒരു പ്രദേശവും പള്ളിയുമാണ് ഇവിടുത്തേത്. എൻ്റെ പ്രസംഗം ശ്രവിച്ച് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്നു. നമസ്കാരം. ബ്ലോക്ക്ബസ്റ്റർ ഓഫർ. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈജി ഓണം മാസോണം സീസൺ 2. MIG Future MKK Tower near KSRTC bus stand ഈരാറ്റുപേട്ട. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട.